അങ്ങനെ നമ്മുടെ ഹരീഷ് സുധീഷിനെ പുറത്ത് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ഏത് നേരം കല്യാണം കല്യാണം എന്ന് പറയുന്നത്? എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ ഒഴിവില്ല. നിങ്ങൾക്ക് എന്താ ആലോചിക്കാൻ വയ്യ? നമ്മുടെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാതെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും ആൾക്കാർ പറയുക? ഇല്ലെങ്കിൽ തന്നെ ഏട്ടന് ഇപ്പോൾ പെണ്ണൊന്നും കിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനും കൂടി ഇനി കല്യാണം കഴിച്ചാൽ എന്താ നാട്ടുകാർ പറയാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ അവിടെ നിന്ന് ഇട്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിൻ്റെ ഏട്ടൻ ഈ ജന്മം കല്യാണം കഴിയാൻ പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ നീ കല്യാണം കഴിക്കാതെ നിൻ്റെ ഭാവി കളയാൻ നിൽക്കണ്ട. അതുകൊണ്ട് നീ കല്യാണം കഴിച്ചോ, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹരീഷിനോട്. ഇയാളെ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ തമ്മിൽ പോകണം, അവിടുന്ന് നീതു കേട്ട എന്താ വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, അവൻ ഒറ്റ കുരങ്ങനെ പോലെ ഒറ്റ മയത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവിതം കളയണ്ട, നിങ്ങളുടെ പണി വേണമെങ്കിൽ നോക്കിയിട്ട് ഓരോരുത്തരെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാസ്കരൻ പോകുന്നുണ്ട്. നമ്മുടെ സുധീഷിനും ഹരീഷിനാണെങ്കിൽ അവനോട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടൻ കല്യാണം കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട് നമ്മുടെ ഹരീഷ്, ഏട്ടാ എനിക്ക് കുറച്ച് നീതുവിനോട് സംസാരിക്കാണ്ട്, ഞാൻ അവളൊന്ന് പുറത്ത് കൊണ്ടുപോയി സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നത്. അതിനെന്താടാ, നിന്നെ വിശ്വസിച്ച് അവളെ ഇറങ്ങി പോകുന്നതല്ലേ, ഇനി എന്താ നിനക്ക് കൊണ്ടുപോയി സംസാരിച്ചോ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ നീതുവിനെയും വിളിച്ച് അവളുടെ ബാഗൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹരീഷ് ബൈക്കുമ്മിൽ കൊണ്ടുപോകണം. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത്, എന്തിനാണ് ആ ബാഗൊക്കെ കൊണ്ടുപോകണം, ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരും, സുഭാഷ് ഏട്ടൻ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. എന്തായാലും പോയിട്ട് അവർ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിൽ പോയിട്ട് നമ്മുടെ നീതുവിനോട് നമ്മുടെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, കാപ്പി വാങ്ങി തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കൊണ്ടുവരാൻ പറയുന്നത്. എന്തായാലും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ നീതുവിന്. അവൻ്റെ പോക്കറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് പറഞ്ഞ നീതുവിനോട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്, എന്താ നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ഹരീഷിനോട് ഒന്നും കൂടി പറയാൻ പറയുന്നത് നമ്മുടെ നീതു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം പറയിപ്പിക്കുന്നത് നമ്മുടെ നീതു. എന്തായാലും നീതുവിനാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട്. അവൾ വേഗം ഓടിപ്പോയിട്ട് ആ വെള്ളത്തിൽ പോയിട്ട് പറയുന്നത്, ഹരീഷിനെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വലിയ സന്തോഷമാവുണ്ട്. എന്തായാലും നീതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഏട്ടനെ കല്യാണം കഴിയാതെ എനിക്കിപ്പോൾ തൽക്കാലം കല്യാണം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ തൽക്കാലം നീ ഹോസ്റ്റലിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നീതുവിനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഹരീഷ്. പിന്നെ അപ്പുറത്ത് കാണിക്കും നമ്മുടെ നിധി ഭാസ്കരനോട് പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി എന്തിനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു മുൻകൈ എടുത്താലല്ലേ നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, ഞാൻ അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഒരു പണിക്കരെയൊക്കെ വിളിക്കുന്നുണ്ട്. പണിക്കരാണെങ്കിൽ പറയുന്നുണ്ട്, നമ്മുടെ സുഭാഷ് ഏട്ടന് ഒരിക്കലും കല്യാണം കഴിയാൻ പോണില്ല, സുഭാഷ് ഏട്ടൻ എല്ലായിടത്തും ഒരു പെണ്ണും വാഴില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ ആകെ തളർന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.